നമസ്കാരം. പൊന്നമ്പലമേട്ടിലെ കലിയുഗ വരുന്നത് ശനിദോഷം അകറ്റാൻ വേണ്ടി കുടികൊള്ളുന്ന അയ്യനയ്യൻ കാനനവാസൻ ശ്രീ ധർമ്മശാസ്താവ് അയ്യപ്പനും ശനിദോഷം. ശനിയുടെ ദോഷം അങ്ങ് പരിഹരിച്ചത് അയ്യപ്പന്റെ പൊന്നും പണ്ടവും കട്ടുമുടിച്ച് വിറ്റു തുലച്ചിട്ട്. അല്ലെങ്കിലും അമ്പലകാര്യമൊക്കെ ആവുമ്പോൾ ചിലവ് കൂടുതലാണ്. കേട്ടാൽ ചിരിക്കാതെ എന്തു ചെയ്യും? എന്റെ പിണറായി, ഇടതുപക്ഷ പ്രവർത്തകർക്ക് അമ്പലവുമില്ല, പള്ളിയുമില്ല, ശനിയുമില്ല, ചൊവ്വയുമില്ല എന്നു കരുതി ഒരുമാതിരി അയ്യപ്പന്റെ പൊന്നു കട്ടത് ഒരു വല്ലാത്ത പണിയായി. അമ്പലവും പള്ളിയും ഒക്കെ കട്ടുമുടിച്ചിട്ടല്ല വെള്ള ഖദറിൽ പശ മുക്കി വിയർക്കാതെ പണമുണ്ടാക്കിയത്. പറയുമ്പോൾ ഇപ്പോഴും ചുവന്ന രക്തഹാരവും കട്ടനും പരിപ്പുവടയും ഒക്കെയാണ്. സാധാരണക്കാരുടെയും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെയും കണ്ണീരൊപ്പുന്ന ചേർത്ത് പിടിക്കുന്ന പാർട്ടി. എന്നിട്ട് ഭഗവാനെ പോലും സമാധാനമായി കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല. സ്ത്രീകളെ കയറ്റിയാൽ എന്താ, അയ്യപ്പൻ പേടിക്കുമോ എന്നായിരുന്നു പിണറായിയുടെ പാർട്ടിയുടെ ആദ്യത്തെ ചോദ്യം. അന്ന് എന്തൊക്കെയായിരുന്നു? മനോബലമില്ലാത്ത, സ്ത്രീകളെ കണ്ടാൽ ഇളകിപ്പോകുന്ന ബ്രഹ്മചര്യമുള്ള ദേവനാണോ ശബരിമലയിലെ അയ്യപ്പൻ എന്ന് പുച്ഛിച്ചവർക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ദൈവവിളി തുടങ്ങിയതാണ്. അതാദ്യം തുടങ്ങിയത് ക്ഷേത്രങ്ങളിൽ ദേവസ്വം ബോർഡ് എന്നും പറഞ്ഞ് ബിനാമികളെ ഇരുത്തി കട്ടുമുടിക്കുന്നതൊക്കെ ഹിന്ദു സംഘടനകൾ ക്ഷേത്ര കാര്യങ്ങളിൽ സജീവമായപ്പോൾ വെളിച്ചത്ത് വരുമെന്ന് ആയതു മുതലാണ്. അന്നു മുതൽ തുടങ്ങി കല്ലും മുള്ളും കാലിക്കും എത്താ എന്നൊക്കെ മുഴങ്ങിയിരുന്ന അമ്പലത്തിൽ ദൈവത്തിന്റെ തിരുമുന്നിൽ ചെന്ന് നിന്ന് ചെങ്കൊടി വീശി ചോദിക്കുകയാണ്, പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന്. ദൈവത്തിന് പുഷ്പം മാത്രമാണ് അറിയുന്നതെന്ന് പിണറായിയോട് അന്ന് കേരളം മുഴുവൻ പറഞ്ഞു കൊടുത്തിട്ടും തീർന്നില്ല പിണറായിയുടെ ഭക്തി പ്രസ്ഥാനത്തിന്റെ വളർച്ച. പിന്നെ നേരെ വെച്ചുപിടിച്ചു ശബരിമലയിലേക്ക്, ആഗോള അയ്യപ്പ സംഗമം. അതിന്റെ പേരിൽ ഭക്തരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കള്ളി പുറത്താകും മുന്നേ കാവിയുടുത്ത് ചന്ദനക്കുറി വരച്ച് പിണറായി വിജയാനന്ദ സ്വാമികൾ ഭജന തുടങ്ങി. കൃത്യം ഒരാഴ്ച തികച്ചില്ല, ദേ അയ്യപ്പന്റെ സ്വർണം മുഴുവൻ മുക്കുപണ്ടമായി. ശബരിമല പോലെ കോടാനുകോടി ഭക്തജനങ്ങൾ വന്നു പോകുന്ന ക്ഷേത്രത്തിൽ ഏതോ ഒരു ഉണ്ണികൃഷ്ണന്റെ ലീലാ വിളയാട്ടം കണ്ട് കേരളം മുഴുവൻ തരിച്ചിരിക്കുമ്പോൾ വിജിലൻസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റു എന്നാണ് ഹൈക്കോടതിയിൽ വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ശബരിമലയിൽ നിന്ന് ഇളക്കി മാറ്റിയ സ്വർണ്ണപ്പാളികൾ ശനിദോഷമകറ്റാനും ഐശ്വര്യത്തിനുമായി കോടിക്കണക്കിന് രൂപയ്ക്ക് ബാംഗ്ലൂരുവിൽ വിറ്റഴിച്ചുവെന്നാണ് വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് എന്നാണ് വിവരം. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് റിപ്പോർട്ട് പരിശോധിക്കുന്നത്. വിജിലൻസ് SP സുനിൽകുമാറാണ് ശബരിമല സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൈമാറിയത്. കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് സുപ്രധാന വിവരങ്ങളാണ് വിജിലൻസ് റിപ്പോർട്ടിലുള്ളത്. മൂന്നാമതായാണ് കേസ് ലിസ്റ്റ് ചെയ്യുന്നതെങ്കിലും ആദ്യത്തെ ഐറ്റമായി തന്നെ കോടതി റിപ്പോർട്ട് പരിഗണിക്കുകയായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നും SP ശശിധരനും കോടതിയിൽ ഹാജരായിട്ടുണ്ട്. അയ്യപ്പനോട് ഇനി ശനിദോഷം അകറ്റാൻ ഒരു നീരാഞ്ജനം സ്വന്തം പേരിൽ നടത്താൻ പറയാൻ പറ്റുമോ എന്നാണ് കേരളത്തിലെ ഭക്തരുടെ ചോദ്യം. എന്നാലും അയ്യപ്പനെ മൊത്തത്തിൽ തൂക്കി വിറ്റത് ഇനി പിണറായി മന്ത്രിസഭയുടെ ശനി അകറ്റാനാണെങ്കിൽ അതുകൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങളെ ഇനി പറ്റിക്കാമെന്ന് കരുതിയിട്ട് കാര്യമില്ല എന്റെ പിണറായി. പൊന്മുട്ടയിടുന്ന താറാവ് സിനിമയിൽ ശ്രീനിവാസൻ ഉർവശിയോട് ചെയ്തതിലും വലിയ ചതിയായിപ്പോയി അയ്യപ്പനോട് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തത്. എന്തായാലും എന്റെ പൊന്നു സഖാക്കളെ, ഇനി പൊതുജനം പറയുന്നത് പോലെ മുഖ്യൻ ശരിക്കും മാൻഡ്രേ കാണും. അല്ലെങ്കിൽ പിന്നെ ശബരിമലയിൽ കാലുകുത്തിയപ്പോൾ അയ്യപ്പൻ എങ്ങനെ ഈ ഗതികേട് വന്നു? ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച